ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. പന്ത്രണ്ട് വിശേഷം. സോ പുതിയൊരാഴ്ച തുടങ്ങുകയാണ്. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വീക്ക് ഞാൻ ആശംസിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ 300 പോയിൻറ്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് S&P 500 ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് സമാനം ഭേദപ്പെട്ടതുമായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തു എന്നുള്ളതും നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. ആൻഡ് നമുക്ക് പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി 280 പോയിൻറ്റ്സ് അപ്സൈഡ് ആണ്. 300 പോയിൻറ്റ്സിൻ്റെ വരെ അപ്സൈഡ് പോയിരുന്നു. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 200 പോയിൻറ്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 250 പോയിൻറ്റ്സിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നിക്കി ആൻഡ് സ്ട്രേറ്റ് ടൈംസ്, തായ്വാൻ വെയ്റ്റഡ് തുടങ്ങിയതെല്ലാം അത്യാവശ്യം പോസിറ്റീവ്ലി ആണ് ക്ലോസ് ചെയ്തത്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് ഇപ്പോൾ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നു. ആൻഡ് നിക്കി ഇപ്പോൾ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. അപ്പം ഏഷ്യൻ മാർക്കറ്റ്സും നിലവിലൊരു പോസിറ്റീവ് സൂചന തരികയാണ്. ബ്രെന്റ് ക്രൂഡ് ഡൗൺ സൈഡ് വരുന്നുണ്ട്. ആൻഡ് ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഏകദേശം ഒരു ധാരണയായി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ട്. സോ മാർക്കറ്റ് അതിൻ്റെതായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിഫ്റ്റി നമുക്ക് പോകുമ്പോഴത്തേക്കും നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമ്പോൾ തന്നെയാണ് നമ്മൾ സൂചിക്കേണ്ടത്. അപ്പോൾ 23,700 എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഒരു 24,000 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾ പേടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പ് അപ്പ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഗ്യാപ്പ് അപ്പ് തന്നാൽ തന്നെ മാർക്കറ്റ് വീണ്ടും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരാനുള്ള പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. സോ ഇന്ന് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് വീണ്ടും നിഫ്റ്റി ഡൗൺ സൈഡ് വന്നാലോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ എന്നൊരു പോസിബിലിറ്റിയോടെ മാത്രമേ നമ്മൾ നിൽക്കാവൂ. സോ ഗ്യാപ്പ് അപ്പ് കണ്ട് നമ്മൾ ഉടനെ ചാടിക്കയറി പൊസിഷൻസ് ഒന്നും എടുക്കരുത്. മാർക്കറ്റ് സെറ്റിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ 50 മിനിറ്റ്സിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 23,850 ഈ ഒരു റേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് പോസിബിലിറ്റി ഉള്ള സോൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിൻ്റെ അബവാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ഗ്യാപ്പ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരും. 24,000 എന്നുള്ള സോണിലേക്ക് വരും. അപ്പോൾ നമുക്ക് സ്ട്രക്ചറലി നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഗ്യാപ്പ് വന്നാലും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. ഈ ഒരു ഏരിയാസ് 23,850 ആൻഡ് 23,705. അപ്പോൾ ഈ സോണുകളിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് വാച്ച് ചെയ്യണം. ഇനി മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഇപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ 24,230 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ടോട്ടലി ചാടിക്കയറി ഇന്ന് പൊസിഷൻസ് എടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിൻ്റെ ഒരു സെൽ ഓഫും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കെയർഫുൾ ആയിട്ടിരിക്കുക. ഈ ലെവൽസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 1 or 2 അവർ ഞാൻ നോക്കും. മാർക്കറ്റ് അത്രയും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൂടുതൽ സ്വിംഗ് പൊസിഷനിലേക്കൊക്കെ ഇന്ന് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ചാടിക്കയറി നിഫ്റ്റിയിൽ ട്രേഡ് അല്ലെങ്കിൽ സ്റ്റോക്സിൽ ട്രേഡുകളൊക്കെ എടുക്കാതിരിക്കുക. ഗ്യാപ്പ് അപ്പ് കണ്ട് മോഹിക്കാതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും ന്യൂസസ് ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് എന്നാൽ ശ്രദ്ധിക്കേണ്ട ന്യൂസസും റിസൾട്ടുകളും പരിശോധിക്കുമ്പോഴത്തേക്ക് ഇന്ന് ആദിത്യ ബിർള ഫാഷൻ്റെ, അമരരാജ ബാറ്ററി, ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എൻഡ്രോ ഹെൽത്ത് കെയർ, കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ്, പേസ് ഡിജിടെക്, പൈൻ ലാബ്സ്, ഹിറ്റാച്ചി, ഇന്ത്യൻ റെയിൽ വികാസ് നിഗം, സുസ്ലോൺ, ട്രാക്ഷൻ ടെക്നോളജീസ്, TVS സപ്ലൈ ചെയിൻ, യഥാർത്ഥ ഹോസ്പിറ്റൽ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക. NTPCയുടെ റിസൾട്ട് വന്നിരുന്നു, പലരും ശ്രദ്ധിച്ച് കാണും. പ്രോഫിറ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 7,897 കോടിയിൽ നിന്നും 10,000 കോടിയിലേക്ക് പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്. അതായത് 34% വർധന NTPCയുടെ ഒരു പെർഫോമൻസിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റവന്യൂ സ്ലൈറ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ടെന്ന ന്യൂസ് ഉണ്ട്. ഹിന്ദാൽക്കോ ആണെങ്കിൽ പ്രോഫിറ്റ് 50.9%, അതായത് 5,284 കോടിയിൽ നിന്നും 2,597 കോടിയിലേക്ക് പ്രോഫിറ്റ് കുറവായിട്ടാണ് ഹിന്ദാൽക്കോയുടെ ഇത് കാണിക്കുന്നത്. ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, ഐഷ മോട്ടോഴ്സിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആണെങ്കിൽ 498 കോടിയിൽ നിന്നും 389 കോടിയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് പിന്നെ എന്താണ് കോൾഗേറ്റ് പാൽമോലിവ് ഇന്ത്യയാണ്. കോൾഗേറ്റിൻ്റെ ആണെങ്കിൽ 355 കോടിയിൽ നിന്ന് 353 കോടിയിലേക്ക് എത്തി. ബട്ട് റവന്യൂ റൈസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ള ന്യൂസസ് കുറച്ചുണ്ട്. നമ്മുടെ എക്സൈ ഇൻഡസ്ട്രീസ്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ഇവരെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ്സിൽ നിന്നും ഒഴിവാക്കാനായിട്ടുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്നവരൊക്കെ. പിന്നെ അദാനി എൻ്റർപ്രൈസസ് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതായത് സെൻസെക്സ് 50 ഇൻഡെക്സിൽ നിന്ന് TVS മോട്ടോർ കമ്പനി അദാനി എൻ്റർപ്രൈസസിനെ മാറ്റി മുൻപോട്ട് വരികയാണെന്നുള്ള ന്യൂസ് ഉണ്ട്.
പിന്നെ അദാനി എന്റർപ്രൈസും അശോക് ലേലാൻഡും പേടിഎമ്മും CG പവറും TVS മോട്ടോർ കമ്പനി ഇതിനെ നെക്സ്റ്റ് BSE സെൻസെക്സ് നെക്സ്റ്റ് 15 ഡേയ്സിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ വലിയ ന്യൂസസ് ഒന്നും ഞാനിന്ന് ശ്രദ്ധിക്കുന്നില്ല. ഇന്നെന്തായാലും നിഫ്റ്റിയുടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന്റെ ടെക്നിക്കൽ സെറ്റപ്സിലേക്കാണ് ഞാനിന്ന് നീങ്ങുന്നത്. മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതുമാണ്. സോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് നിൽക്കുക. കാര്യം നമുക്കിപ്പോൾ ലിങ്ക് ഞാൻ കമന്റ് ബോക്സും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂസസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് അടക്കം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള മെസ്സേജ് ഉണ്ട്. അപ്പോൾ ID ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. എന്നെ കൊണ്ട് കഴിയുന്ന സഹായമെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഗ്യാപ്പ് അപ്പിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്